ഫ്രണ്ട്സ്, നമുക്ക് ഇതേപോലെ സൂപ്പർ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയാലോ. ഇതിനെ നമ്മൾ ഉപ്പിലിട്ട ചിക്കൻ എന്നൊക്കെ പറയട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഐറ്റം കേട്ടോ. അതിനകത്ത് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് പെരുംജീരകം ഇട്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് പിന്നെ നമ്മൾ വറ്റൽമുളകില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനല്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ മുളകിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത് ആവശ്യത്തിനുള്ള മുളകിടണേ. പിന്നെ നമ്മൾ മുളകിടില്ല കേട്ടോ ഇതിൽ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇതേപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഉറിക്കൊള്ളൂ കേട്ടോ. പിന്നെ എണ്ണയിലാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. പിന്നെ നമ്മൾ മൂടി തുറന്ന് ഇതേപോലെ നമ്മൾ കുഞ്ഞുള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെങ്കിൽ ഞാൻ പിന്നെയും പറയുവാണേ, അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കണ കാരണം അടി പിടിച്ച് പോകും കേട്ടോ. പിന്നെ നമുക്കൊരു 5 മിനിറ്റ് തീയൊക്കെ നിർത്തി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. സംഭവം സെറ്റ് സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്കിത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. ചോറിൻ്റെ കൂടെ കഴിച്ച് ഞങ്ങൾ നോക്കിയിട്ടില്ല, അതും ടേസ്റ്റ് ആയിരിക്കും. വെറുതെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അത് കഴിച്ച് നോക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടാപ്പയാണെങ്കിൽ ചിക്കൻ്റെ കാല് എന്ന് പറഞ്ഞിട്ട് നിൽക്കും കേട്ടോ. ഇവൻ പറഞ്ഞേക്ക് മുമ്പ് ചിക്കൻ്റെ കാലൊക്കെ എനിക്കായിരുന്നു. ഇപ്പോൾ ഉള്ളതെല്ലാം അവനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ.